കീടനാശിനിയേക്കാൾ വിഷമയമാണ് തങ്ങളുടെ മനോനിലയെന്ന് കോർപ്പറേഷൻ അധികൃതർ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. എൻഡോസൾഫാൻ ഇരകൾക്ക് ജില്ലാ പഞ്ചായത്ത് തണൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വീട് നിർമ്മിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന നിലപാടുമായാണ് കോർപ്പറേഷൻ അതിന്റെ ജനവിരുദ്ധത വ്യക്തമാക്കുന്നത്. പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ കീടനാശിനിയേക്കാൾ വിഷമയമാണ് തങ്ങളുടെ മനോനിലയെന്ന് കോർപ്പറേഷൻ അധികൃതർ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ബെല്ലാലിലെ ശ്രീധരയ്ക്ക് വീട് നിർമ്മിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന നിലപാടുമായി കോർപ്പറേഷൻ അധികൃതർ. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കടലാടിപ്പാറയിൽ ഖനന നീക്കം പുനരുജ്ജീവിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം. ഉദ്യോഗസ്ഥരെ ജനങ്ങൾ ഉപരോധിച്ചത് തെളിവെടുപ്പ് മാറ്റിവെക്കാൻ കാരണമായി. മാറിവരുന്ന സർക്കാർ ജില്ലയെ അവഗണിക്കുന്നതിനെതിരെ KSSIA രംഗത്ത്. വ്യവസായ സംരംഭകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഓഗസ്റ്റ് 9 യോഗം ചേരും. മഞ്ചേശ്വരം രാഗം ജംഗ്ഷൻ വാഹന പാർക്കിംഗ് കേന്ദ്രമായി മാറുന്നു. ദിവസേന നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയോരമാണ് ദുരിതത്തിലായിരിക്കുന്നത്. മഴ ശക്തമായതോടെ ഉപ്പള ശാരദാ കടപ്പുറവും മുസോടി കടപ്പുറവും കടൽക്ഷോഭ ഭീഷണിയിൽ. പ്രദേശത്തെ വീടുകൾ കടലെടുക്കുമെന്ന ഭീതിയിൽ ജനങ്ങൾ. കാഞ്ഞങ്ങാട് ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ സ്വകാര്യ വാഹനങ്ങൾക്കും പാർക്കിംഗ് സൗകര്യം. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ അധികൃതർ വഴി നിഷേധിച്ച കുടുംബത്തിന് വേണ്ടി CPM രംഗത്ത്. വീട് നിർമ്മിക്കാൻ താൽക്കാലിക വഴി തേടിയ എൻഡോസൾഫാൻ ദുരിതബാധിതനായ ബെല്ലാലിലെ ശ്രീധരയാണ് അധികൃതരുടെ അവഗണനയ്ക്ക് ഇരയായത്. ഒക്ടോബറിനുള്ളിൽ വീട് പണി പൂർത്തിയായില്ലെങ്കിൽ ഭവന സഹായം നഷ്ടമാകുമെന്നതിനാലാണ് പ്രശ്നത്തിൽ ഇടപെടാൻ CPM തീരുമാനിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതനായ ശ്രീധര ബെല്ലാലിനെയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ തികച്ചും അവഗണിച്ചിരിക്കുന്നത്. വീട് നിർമ്മിക്കാൻ താൽക്കാലിക വഴി തേടിയപ്പോൾ വഴി അനുവദിച്ചാൽ 2 കശുമാവ് മുറിക്കേണ്ടി വരുമെന്നും ഇക്കാര്യത്തിൽ തലപ്പത്തുനിന്ന് തീരുമാനം വേണമെന്നുമാണ് ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത്. എന്നാൽ 4 മാസത്തിലേറെയായി ഇദ്ദേഹത്തിന്റെ അപേക്ഷ ഫയലിൽ കുടുങ്ങിയതോടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥലം കയ്യേറിയിട്ടായാലും വഴി വെട്ടി നൽകുമെന്ന് CPM പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം എൻഡോസൾഫാൻ ദുരിതബാധിതനായ ബെള്ളൂർ കാനയിലെ ശ്രീധര ബെള്ളാലിന് വീട് നിർമ്മിക്കാൻ എല്ലാവിധ സഹായവും നൽകുമെന്ന് CPM കാറടുക്ക ഏരിയ സെക്രട്ടറി CG മാത്യു ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു. വീട് നിർമ്മിക്കാൻ മാർച്ച് മാസത്തിൽ നൽകിയ അപേക്ഷയ്ക്ക് ഓഗസ്റ്റ് പിന്നിട്ടിട്ടും നടപടിയില്ലാതെ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇദ്ദേഹം. അതേസമയം ഇത്തരത്തിൽ പല ആവശ്യങ്ങൾക്കായി വഴി ചോദിച്ച 50ലേറെ അപേക്ഷ പരിഗണനയിലുണ്ടെന്നായിരുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജനറൽ മാനേജറുടെ വിശദീകരണം. ഒക്ടോബറിനുള്ളിൽ വീട് പൂർത്തിയായില്ലെങ്കിൽ തണൽ പദ്ധതി പ്രകാരമുള്ള ഭവന നിർമ്മാണ സഹായം നഷ്ടമാകുമെന്നതിനാൽ പകച്ചു നിൽക്കുകയാണ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി പല പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും സ്വന്തമായി വീട് വയ്ക്കാൻ അധികാരികളെ സമീപിച്ചിട്ടും യാതൊരു ഫലവുമില്ലാതെ ഇനിയെന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കാഴ്ചശക്തി പോലുമില്ലാത്ത എൻഡോസൾഫാൻ ദുരിതബാധിതൻ. ന്യൂസ് ഡെസ്ക് KCN. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കടലാടിപ്പാറയിൽ വീണ്ടും ഖനന നീക്കം പുനരുജ്ജീവിപ്പിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് തെളിവെടുപ്പ് മാറ്റി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ തെളിവെടുപ്പിനെത്തിയ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച ജനങ്ങൾ റോഡും ഉപരോധിച്ചു. ഇതിനെ തുടർന്ന് തെളിവെടുപ്പ് മാറ്റിവെക്കുകയും കളക്ടറും ഉദ്യോഗസ്ഥരും മടങ്ങുകയും ചെയ്തു. ഞങ്ങളുടെ മണ്ണും ജീവിതവും ആഗസ്റ്റ് 5 തെളിവെടുപ്പിന് ആഗസ്റ്റ് 5 തെളിവെടുപ്പ് ആശാപുരയുടെ തട്ടിപ്പ്. കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് എത്തിയത്. എന്നാൽ ജനകീയ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് ജില്ലാ കലക്ടർ K. ജീവൻ ബാബു പറഞ്ഞു. ക്രമസമാധാനം തകർത്തുകൊണ്ട് തെളിവെടുപ്പുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പബ്ലിക് ഒരു ഹിയറിംഗ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ പബ്ലിക് അതിന് റെഡി അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം നിലവിൽ പറ്റില്ല. നമുക്ക് നിലവിൽ കോടതിയെ വിവരം അറിയിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ. അപ്പോൾ ഇനി തെളിവെടുപ്പിന്റെ
ഡേറ്റ് കോടതിയായിരിക്കും തീരുമാനിക്കുന്നത്. അല്ല, നമ്മൾ കോടതി ഇതാകാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞ പോലെ ജനപ്രതിനിധികളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് പദ്ധതി പ്രദേശത്ത് വീണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അന്വേഷിക്കാം. തൽക്കാലം എന്തായാലും ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതി ഇവരെ അറിയിക്കും. തീർച്ചയായിട്ടും നമുക്ക്, കാരണം വെച്ചാൽ കോടതിനെയല്ല, ഞങ്ങൾക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് നടത്തുന്നത്. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിൻ്റെ അടുത്ത അധികാരികളെ അറിയിക്കും. കാരണം അവിടെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ MOEF-നെ അറിയിക്കും. ഖനനാനുമതി നേടിയ മുംബൈയിലെ ആശാപുര കമ്പനി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കടലാടിപ്പാറയിൽ പരിസ്ഥിതിയാഘാത പഠനത്തിന്റെ ഭാഗമായി പൊതു തെളിവെടുപ്പിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതേ തുടർന്നാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ തെളിവെടുപ്പ് സംഘടിപ്പിച്ചത്. കിനാനൂർ വില്ലേജിലെ സർവേ നമ്പർ 198-ൽപ്പെട്ട 200 ഏക്കർ സ്ഥലം 2007-ലാണ് അന്നത്തെ ഇടതു സർക്കാർ ആശാപുര കമ്പനിക്ക് ബോക്സൈറ്റ് ഖനനം നടത്തുന്നതിന് അനുവദിച്ചത്. എന്നാൽ കടലാടിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിയ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് 10 വർഷം കഴിഞ്ഞിട്ടും കമ്പനിക്ക് കടലാടിപ്പാറയിൽ പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല. ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു തവണ വന്നിരുന്നെങ്കിലും നാട്ടുകാർ തടഞ്ഞിരുന്നു. തുടർന്ന് പലവട്ടം കമ്പനി ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. അതിനിടയിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഖനനാനുമതി നിർത്തലാക്കിയത്. തുടർന്ന് കടലാടിപ്പാറയിൽ സൗരോർജ്ജ പദ്ധതിക്കായുള്ള സർവേ നടത്തുകയും അതിർത്തി നിർണയിച്ച് വേലി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പഞ്ചായത്തിനോട് അനുമതി പോലും വാങ്ങാതെയുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ പഞ്ചായത്ത് തന്നെ രംഗത്തെത്തിയിരുന്നു. മാറിവരുന്ന സർക്കാർ ജില്ലയെ അവഗണിക്കുന്നതിനെതിരെ KSSIA രംഗത്ത്. ഓഗസ്റ്റ് 9-ന് KSSIA ജില്ലാ യൂണിറ്റിന്റെ 33ാമത് വാർഷിക ജനറൽ ബോഡി യോഗം വിദ്യാനഗർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഹാളിൽ ചേരും. വ്യവസായ സംരംഭകരുടെ പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ജില്ലയിൽ വ്യവസായ സംരംഭകർക്ക് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കി വ്യവസായ സോൺ ആയി പ്രഖ്യാപിക്കുക, കാഞ്ഞങ്ങാട് താലൂക്കിൽ മടിക്കൈ, അമ്പലത്തറ വില്ലേജുകളിൽ സർവേ നടത്തി കണ്ടെത്തിയ സ്ഥലം IDPകളായി പ്രഖ്യാപിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഓഗസ്റ്റ് 9-ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. യോഗം KSSIA സംസ്ഥാന ജനറൽ സെക്രട്ടറി A. നിസാറുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ MP അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തും. മടിക്കൈ പഞ്ചായത്തിൽ നമ്മളൊരു 125 ഏക്കർ റവന്യൂ വകുപ്പും വ്യവസായ വകുപ്പും കൂടി ചേർന്നിട്ട് സർവേ നടത്തി ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗവൺമെൻറ് അതിന് വേണ്ടി സത്യശ്രദ്ധ ചെലുത്തിയിട്ട് അത് നമുക്ക് അനുവദിച്ച് തരാൻ വേണ്ടിയിട്ട് കഴിയണം എന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇപ്പോൾ ID ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്ലോട്ടുകളും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളും ഉണ്ട്. അവയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ചട്ടഞ്ചാലിൽ നമുക്ക് ഒരു IDP ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്ലോട്ട്. ഈ പ്ലോട്ടിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഒരു 10 ഏക്കറോളം സ്ഥലം കൈവശം വെച്ചിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം അവർ കാര്യമായിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് 10-15 വർഷമായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ കൈവശത്ത് കിടക്കുകയാണ്. മറ്റ് വ്യവസായികൾക്ക് അത് റിയലോട്ട് ചെയ്ത് കൊടുക്കുന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അവിടെ വ്യവസായ ഷെഡുകളോ കാര്യങ്ങളോ നിർമ്മിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ സ്ഥലം പുതിയ സംരംഭകർക്ക് വിട്ടുകൊടുക്കുക. വാർത്താസമ്മേളനത്തിൽ KJ ഇമ്മാനുവൽ, KT സുഭാഷ് നാരായണൻ, PV രവീന്ദ്രൻ, A. പ്രസന്ന ചന്ദ്രൻ, K. മുഹമ്മദ് അലി, C. ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരം രാഗം ജംഗ്ഷൻ വാഹന പാർക്കിംഗ് കേന്ദ്രമായി മാറുന്നു. ദിവസേന 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാതയിലാണ് ഈ ദുരവസ്ഥ. പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ പ്രശ്നത്തിന് അധികാരികൾ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള രാഗം ജംഗ്ഷനിലാണ് യാത്രക്കാർ വാഹനം പാർക്ക് ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡിൽ ഇത്തരമൊരു അവസ്ഥ ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. റോഡരികിലെ വാഹന പാർക്കിംഗ് വർദ്ധിച്ചതോടെ പോലീസ് എത്തിയാണ് ഗതാഗതക്കുരുക്ക് മാറ്റുന്നത്. കുറേ ദിവസങ്ങളായി ബൈക്ക് കാറും ഇതേപോലെ നിർത്തിയിട്ടിട്ട് ബസ്സിന് നിർത്താൻ സ്ഥലമില്ല. ബസ് നടു റോഡിൽ നിർത്തുന്നത് കൊണ്ടിട്ട് മഞ്ചേശ്വരം ടൗൺ തന്നെ ബ്ലോക്ക് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതേപോലെ സ്കൂൾ കുട്ടികളും അതെല്ലാം പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്സിഡൻ്റ് എല്ലാം പതിവാണ്. ഈ ആക്സിഡൻ്റെല്ലാം തടയാൻ വേണ്ടിയിട്ട് ഈ ബൈക്കിനെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നാട്ടുകാർ അനുദിനം നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന ഈ സ്ഥലത്തെ ട്രാഫിക് ജാം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നും ഇതിനെതിരെ നടപടി കൈക്കൊള്ളണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. മഴ ശക്തമായതോടെ ഉപ്പള ശാരദാ കടപ്പുറവും മുസോടി കടപ്പുറവും കടൽക്ഷോഭ ഭീഷണിയിൽ. പ്രദേശത്തെ വീടുകൾ കടലെടുക്കുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. കടൽക്ഷോഭം തടയാനായി നിർമ്മിച്ച ഭിത്തിയും കടലെടുത്തതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ.
കാലവർഷം ശക്തമായതോടെ തീരദേശവാസികൾ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്. ഉപ്പള ശാരദാ കടപ്പുറവും മുസോടി കടപ്പുറവും പകുതിയോളം കടലെടുത്ത അവസ്ഥയിലാണ്. പ്രദേശത്ത് കടൽക്ഷോഭം തടയാനായി ഒരുക്കിയ മണൽ ചാക്കുകളും കടൽ എടുത്ത അവസ്ഥയിലാണിപ്പോൾ. പ്രദേശത്തെ ശകുന്തള ശാലിയൻ, സുനന്ദ, യശോദ, പത്മാവതി എന്നിവരുടെ വീടുകൾ ഏതു നിമിഷവും കടലെടുക്കുമെന്ന അവസ്ഥയിലാണ്. മുസോടി കടപ്പുറവും കടൽക്ഷോഭ ഭീഷണിയിലാണ്. പ്രദേശത്തെ പല വീടുകളും കടലെടുത്തു. അധികൃതർ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ സ്വകാര്യ വാഹനങ്ങൾക്കും പാർക്കിംഗ് സൗകര്യം. 7 കേന്ദ്രങ്ങളിൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ തുറക്കാനാണ് തീരുമാനം. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി 7 ഇടങ്ങളിലായി സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങുന്നു. സ്മൃതി മണ്ഡപം മുതൽ ട്രാഫിക് സർക്കിൾ വരെയുള്ള ഭാഗങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കണ്ടെത്തിയാണ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങുന്നത്. രാംനഗർ റോഡിൽ പേ പാർക്കിംഗ് സൗകര്യമൊരുക്കാനും തീരുമാനമുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ്, അജ്മൽ ആർക്കേഡ് പരിസരം, രാംനഗർ റോഡ്, വ്യാപാരഭവൻ പരിസരം തുടങ്ങിയ കേന്ദ്രങ്ങളിലായാണ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത്. ട്രാഫിക് പരിഷ്കരണം നിലവിൽ വന്നപ്പോൾ സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടത്ര സ്ഥലമില്ല എന്ന പരാതികൾ ഉയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ കെട്ടിടങ്ങളില്ലാത്ത സ്ഥലങ്ങൾ, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങൾ താൽക്കാലികമായി പാർക്കിങ്ങിന് വേണ്ടി ഏറ്റെടുക്കുകയാണ്. നോർത്ത് കോട്ടച്ചേരിയിൽ 2 പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കാനും തീരുമാനമുണ്ട്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്കോളർ കോളേജ് പരിസരവും പാർക്കിംഗ് കേന്ദ്രമായി മാറും. നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ജനങ്ങളും കൈകോർത്തുകൊണ്ട് പാർക്കിംഗ് കേന്ദ്രത്തിനായുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കേരള സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഇതര സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ക്യാമ്പ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. ഇതര സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾക്കു വേണ്ടി കേരള സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. കേരള वालों के लिए केंद्र सरकार क्या करता है उससे भी ज्यादा आप लोग के लिए करता है. क्यों? आप लोग हमारा भाई लोग हैं. आप बंगाली होगा, महाराष्ट्र का होगा, कर्नाटक का होगा, मगर हम लोग के लिए आप अपना खुद भाई हो. इसलिए हम लोग आपके लिए सब कुछ करने के लिए तैयार है. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ G ധനഞ്ജയ, KA ഷാജു, M കേശവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സാമ്രാജ്യത്വ വർഗീയവൽക്കരണ നടപടികളിൽ പ്രതിഷേധിച്ച് FSETO കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സായാഹ്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സാമ്രാജ്യത്വ വർഗീയവൽക്കരണ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു FSETO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് അമേരിക്കയിൽ നിന്നും വാങ്ങിയ ആയുധം വീണ്ടും ഇസ്രയേലിൽ നിന്ന് ഇവർ വാങ്ങുന്നത്? അത് ആ ബന്ധത്തിന്റെ ഒരു സ്ഥാപിക്കലാണ്. ആ ബന്ധം സ്ഥാപിക്കുന്ന അരി വാങ്ങിച്ചുകൊണ്ടല്ല, ഗോതമ്പ് വാങ്ങിച്ചുകൊണ്ടല്ല, തൊഴിൽ വാങ്ങിച്ചുകൊണ്ടല്ല, ആയുധം വാങ്ങിച്ചുകൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും അധികം ആയുധം വിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അവർക്ക് വേറെ ഒന്നും കയറ്റുമതി ചെയ്യാനില്ല. എന്നാൽ ആയുധം മുഴുവൻ ഉണ്ടാക്കുന്നത് അമേരിക്കയുമാണ്. അങ്ങനെ ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ ചൊൽപ്പടിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ, ആ ഇസ്രയേലിൽ നിന്നാണ് ഇന്ത്യ രാജ്യം ആയുധത്തിന് വേണ്ടിയുള്ള കരാറുണ്ടാക്കിയിരിക്കുന്നത്. TP ഉഷ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ K രാഘവൻ, V ചന്ദ്രൻ, AV പ്രഭാകരൻ, A പവിത്രൻ, C ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക മുലയൂട്ടൽ വാരാഘോഷത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ICDSന്റെ പരിധിയിലുള്ള അംഗൻവാടി പ്രവർത്തകരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ലോക മുലയൂട്ടൽ വാരാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ICDSന്റെ പരിധിയിലുള്ള അംഗൻവാടി പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അമ്മമാരടക്കം നിരവധി പേർ പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് നിർവഹിച്ചു. ഈ ഒരു വാരം നമ്മൾ ലോക മുലയൂട്ടുന്ന വാരമായി നമ്മൾ ആചരിക്കുകയും നമ്മൾ ഓരോ ദിവസവും ഓരോ ദിനമായി ആഘോഷിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഏറ്റവും പ്രാധാന്യപ്പെട്ട, നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ, അധ്യക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ ഒരു വാരം
മുലയൂട്ടുന്ന ഒരു വാരം എന്ന ഈ ഒരു ഇതിൻ്റെ ഒരു പ്രാധാന്യത. പരിപാടിയിൽ അവിൻ അധ്യക്ഷത വഹിച്ചു. മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുമ്പള CHCയിലെ സൂപ്പർവൈസർ ജയമ്മ ക്ലാസ് എടുത്തു. പരിപാടിയുടെ ഭാഗമായി ചിത്രകാരൻ ശിവാനന്ദ് പൊതുസ്ഥലത്ത് മുലയൂട്ടലിന്റെ ചിത്രരചന നടത്തി. കൗമാരപ്രായക്കാർ, അംഗൻവാടി പ്രവർത്തകർ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഡീന ഭരതൻ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ഹരിത കേരള മിഷന്റെ സമഗ്ര ശുചിത്വ മാലിന്യ സംസ്കരണ യജ്ഞത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 15-ന് മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പരിപാടിക്ക് തുടക്കമാകും. സ്വാതന്ത്ര്യദിന ചടങ്ങുകളുടെ തുടർച്ചയായി മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപനവും പ്രതിജ്ഞയും നടക്കും. ഹരിത കേരള മിഷന്റെ സമഗ്ര ശുചിത്വ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 15-ന് മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പരിപാടിക്ക് തുടക്കമാകും. ദേശീയ പതാക ഉയർത്തൽ ചടങ്ങ് കഴിഞ്ഞാൽ മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപനം നടത്തും. അതേ ദിവസം തന്നെ എല്ലാ MP-മാരും MLA-മാരും മറ്റ് ജനപ്രതിനിധികളും ഗൃഹസന്ദർശനം നടത്തി ലഘുലേഖകൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കുറച്ചൊക്കെ പ്രശ്നമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു തരത്തിലും സംവിധാനം ഇല്ലാത്തവർക്ക് സാമൂഹിക തലത്തിൽ എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള കുറച്ച് വീട്ടുകാർ ചേർന്നുകൊണ്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. അതിന് പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിൽ സംവിധാനം, അല്ലാതെ ഓരോ വീട്ടിലും ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് അഭിപ്രായം. കാരണം മുമ്പൊക്കെ ഒരുപാട് പൈപ്പ് കമ്പോസ്റ്റൊക്കെ കെട്ടി പൈപ്പ് അവസാനം വേസ്റ്റായി മാറുന്ന സംവിധാനം, 2 പൈപ്പ് കുഴിച്ചിടും. അപ്പോൾ അത് ഉപയോഗിക്കാൻ അറിയാതെ അത് ഒന്നിൽ ഇട്ട് അത് ശോഷിച്ച് വളമായി മാറി മറ്റേത് ഉപയോഗിക്കാം. പക്ഷേങ്കിൽ അങ്ങനെ ഒരുപാട് പൈപ്പ് കമ്പോസ്റ്റുകൾ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ കൊടുത്തെങ്കിലും അതൊക്കെ നോക്കുകുത്തിയായി മാറുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് ഓഗസ്റ്റ് 15-ന് നടക്കുന്ന പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി ഓഗസ്റ്റ് 6 മുതൽ 13 വരെ ജില്ലയിലെ എല്ലാ വീടുകളും പരിശീലനം ലഭിച്ച 2 വോളണ്ടിയർമാർ സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിച്ച് അനുയോജ്യമായ മാലിന്യ സംസ്കരണ രീതിയെക്കുറിച്ച് അവബോധം നൽകും. വാർത്താസമ്മേളനത്തിൽ അബ്ദുൽ ജലീൽ, സുബ്രഹ്മണ്യൻ, സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കീടനാശിനികൾ ഉപേക്ഷിക്കുക, നാടിനെ രക്ഷിക്കുക എന്ന സന്ദേശത്തോടെ ജനാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മൗന ഉപവാസം സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 6 മുതൽ 9 വരെ തീയതികളിലായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് മൗന ഉപവാസം നടക്കുന്നത്. കീടനാശിനികൾ നിരോധിക്കുക, നാടിനെ രക്ഷിക്കുക എന്ന സന്ദേശവുമായാണ് ക്യാൻസർ മുക്ത കേരളം ലക്ഷ്യമിട്ട് ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മൗന ഉപവാസം സംഘടിപ്പിക്കുന്നത്. ഹിരോഷിമ ദിനമായ 6 മുതൽ നാഗസാക്കി ദിനമായ 9 വരെയാണ് മൗന ഉപവാസം നടക്കുന്നത്. 6-ന് രാവിലെ 11 മണിക്ക് മന്ത്രി ഇ ചന്ദ്രശേഖരൻ മൗന ഉപവാസം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ ക്ലാസുകൾ സംഘടിപ്പിച്ച് ഒരുക്കുകയും കേരളത്തെ ജൈവ സാന്നിധ്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് കീടനാശിനി മുക്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള പ്രചരണവുമായിട്ടാണ് അദ്ദേഹം കർമ്മരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ ഇത് 10ാമത്തെ വർഷമാണ്, 10ാമത്തെ ജില്ലയാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് TK സുധാകരൻ, കരുണാകരൻ കുന്നത്ത്, K രാജേന്ദ്രൻ, കരുണാകരൻ കരുവാക്കോട്, TM സുരേന്ദ്രൻ, C ബാലകൃഷ്ണൻ, രമേശൻ മടിയൻ, TV വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. വാഴുന്നോറടി സ്വരലയ സാംസ്കാരിക വേദി പ്രവർത്തകൻ ബാബു മേനിക്കോട്ടിന്റെ സ്മരണാർത്ഥം വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തൈകൾ ഏറ്റുവാങ്ങി. വാഴുന്നോരടി സ്വരലയ സാംസ്കാരിക വേദി പ്രവർത്തകനായിരുന്ന ബാബു മേനിക്കോട്ടിൻ്റെ 41ാം ചരമദിനാചരണത്തിൻ്റെ ഭാഗമായാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. ഉപ്പിലിക്കൈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. കാഞ്ഞങ്ങാട് കൃഷിഭവൻ്റെ കീഴിലുള്ള കാർഷിക കർമ്മസേനയാണ് വൃക്ഷത്തൈകൾ വിതരണത്തിനായി നൽകിയത്. ഇതോടൊപ്പം സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സമീപ പ്രദേശത്തെ അംഗനവാടി, ബഡ്സ് സ്കൂളിലെ കുട്ടികൾ, അഗതി മന്ദിരത്തിലെ അന്തേവാസികൾ എന്നിവർക്ക് ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു. ജയപ്രസാദ്, ON ജയൻ, KM അനിൽ, MB മനു, KV ബാലകൃഷ്ണൻ, PK മനോഹരൻ, അനിൽ വാഴുന്നോരടി, MB ചന്ദ്രൻ, MB മധു, നളിനാക്ഷൻ, PP വിനു, A ഗോപി, RK ദിനേശൻ, TV മോഹനൻ എന്നിവർ നേതൃത്വം നൽകി.
മതസൗഹാർദ്ദത്തിന്റെയും കാരുണ്യ സേവനത്തിന്റെയും മാതൃകയായി കണ്ണങ്കൈ പൊള്ള ശ്രീ മുത്തപ്പൻ മടപ്പുര കർക്കിടകം 18-ന് ഇവിടെ നിന്ന് അരി വിതരണം ചെയ്തത് 600ഓളം പേർക്ക്. കർക്കിടകം 18-ന് കണ്ണങ്കൈ പൊള്ള ശ്രീ മുത്തപ്പൻ മടപ്പുര സന്നിധിയിൽ നിന്നും അരി ലഭിച്ചാൽ ഒരു വർഷം അല്ലലില്ലാതെ കഴിയാം എന്നാണ് വിശ്വാസം. ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി പേർക്ക് വർഷങ്ങളായി ഇവിടുന്ന് അരി വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തവണ 600ഓളം കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്തത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വിശ്വാസികൾ എത്തിച്ചേരാറുണ്ട്. കഴിഞ്ഞ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ക്ഷേത്ര സാന്നിധ്യത്തിൽ അനുമോദിച്ചു. പി ശശിധരൻ പരിപാടിയിൽ അധ്യക്ഷനായി. എം കൃഷ്ണൻ, KV കരുണാകരൻ, M ബാബു എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം കാളിക്കടവിൽ നടത്തി. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 4 ബെൽറ്റിലൂടെ ഓരോ ഓരോ വണ്ടി പെയിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു, ഓടിച്ചു പോകുന്നു. 4 മിനിറ്റിലായിരുന്നു അന്ന് ഒരു വാഹനം മാരുതിയിൽ നിന്ന് ഇറങ്ങിയിരുന്നത്. അങ്ങനെ വലിയ സംവിധാന ഉൽപാദന ശേഷിയുള്ള ഒട്ടനവധി കൂറ്റൻ കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ ഈ ഓട്ടോമൊബൈൽ രംഗത്ത് വളരെ സാന്നിധ്യമുള്ള 6ാമത്തെ രാജ്യമാണ്. ബ്രസീലിനെ പിന്തള്ളിക്കൊണ്ട്, ബ്രസീലായിരുന്നു 6ാം സ്ഥാനത്ത്, ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് വന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഉൽപാദന മേഖലയിൽ, ഓട്ടോമൊബൈൽ രംഗത്ത്, മറ്റ് മെഷീനറികളുടെ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. യൂണിറ്റ് പ്രസിഡന്റ് E സന്തോഷ് അധ്യക്ഷനായി. നേതാക്കളായ K കുഞ്ഞിരാമൻ, സുധീർ മേനോൻ, N അനിൽകുമാർ, K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ കീടനാശിനിയേക്കാൾ വിഷമയമാണ് തങ്ങളുടെ മനോനിലയെന്ന് കോർപ്പറേഷൻ അധികൃതർ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ബെള്ളാനിലെ ശ്രീധരയ്ക്ക് വീട് നിർമ്മിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന നിലപാടുമായി കോർപ്പറേഷൻ അധികൃതർ. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കടലാടിപ്പാറയിൽ ഖനന നീക്കം പുനരുജ്ജീവിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം. ഉദ്യോഗസ്ഥരെ ജനങ്ങൾ ഉപരോധിച്ചത് തെളിവെടുപ്പ് മാറ്റിവെക്കാൻ കാരണമായി. മാറിവരുന്ന സർക്കാർ ജില്ലയെ അവഗണിക്കുന്നതിനെതിരെ KSSIA രംഗത്ത്. വ്യവസായ സംരംഭകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ August 9-ന് യോഗം ചേരും. മഞ്ചേശ്വരം രാഗം ജംഗ്ഷൻ വാഹന പാർക്കിംഗ് കേന്ദ്രമായി മാറുന്നു. ദിവസേന നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയോരമാണ് ദുരിതത്തിലായിരിക്കുന്നത്. മഴ ശക്തമായതോടെ ഉപ്പള ശാരദാ കടപ്പുറവും മുസോടി കടപ്പുറവും കടൽക്ഷോഭ ഭീഷണിയിൽ. പ്രദേശത്തെ വീടുകൾ കടലെടുക്കുമെന്ന ഭീതിയിൽ ജനങ്ങൾ. കാഞ്ഞങ്ങാട് ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ സ്വകാര്യ വാഹനങ്ങൾക്കും പാർക്കിംഗ് സൗകര്യം. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.